2016 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലീല എന്ന സിനിമയെയും അതിൻ്റെ കഥയെയും വിമർശിച്ച നടൻ വിനായകനും മറുപടിയുമായി തിരക്കഥാകൃത്ത് ഉണ്ണി ആർ രംഗത്ത് വന്നിരുന്നു. ഉണ്ണിയുടെ തന്നെ ചെറുകഥയാണ് സിനിമയാക്കി മാറ്റിയത്. ലീല മുത്തുച്ചിപ്പി ലൈനിലുള്ള ഒരു കഥയാണ്. എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും മാനസികാവസ്ഥ പരിശോധിക്കണം എന്നായിരുന്നു ഈ സിനിമയെക്കുറിച്ച് വിനായകൻ നടത്തിയ പരാമർശം. ഉണ്ണി ഇതിനെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വിനായകൻ സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ മുത്തുച്ചിപ്പി വായിച്ചിട്ടില്ല. വിനായകൻ നല്ല ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ സഭ്യതയും പെരുമാറ്റത്തിൻ്റെ സഭ്യതയും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ സഭ്യത ഇല്ലാത്ത ഒരാൾ ആണല്ലോ ഞാൻ. അപ്പോൾ എൻ്റെ അടുത്തു നിന്നും വരുന്ന ഒരു വീഴ്ചയായി കണ്ട് വിനായകൻ സാർ ഇത് പൊറുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആളുകളോടുള്ള പെരുമാറ്റത്തിലെ അദ്ദേഹത്തിൻ്റെ വിനയം, അത്രയും നന്നായി ജീവിക്കുന്ന ഒരാൾക്ക് ലീലയുടെ തീമിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ അതൊന്നും അല്ലാത്തൊരു വൃത്തികെട്ടവനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. വിനായകൻ സാർ എന്നോട് ക്ഷമിക്കണം. ഇതായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ണി ആർ പറഞ്ഞത്. ഇപ്പോൾ ഉണ്ണിയാറിൻ്റെ വാക്കുകളോട് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വിനായകൻ. വിനായകൻ സാറിനോട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായകൻ്റെ പ്രതികരണം. ഉണ്ണിയാർ സാറെ ഉണ്ണിയാർ സാറിൻ്റെ അമ്മുമ്മയോടും ഉണ്ണിയാർ സാറിൻ്റെ അമ്മയോടും ഉണ്ണിയാർ സാറിൻ്റെ ഭാര്യയോടും ഉണ്ണിയാർ സാർ ക്ഷമ ചോദിക്കൂ, വിനായകൻ സാറിനോട് വേണ്ട, മനസ്സിലായോ സാറേ എന്നാണ് വിനായകൻ തിരക്കഥാകൃത്തിന് മറുപടിയായി ഫേസ്ബുക്കിൽ കുറിച്ചത്. ലീല എന്ന സിനിമയെക്കുറിച്ച് വിനായകൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഭ്രാന്തമായ ലൈംഗിക സ്വപ്നങ്ങൾ നടപ്പാക്കാനുള്ള യാത്രയാണ് ആ സിനിമയിലുള്ളത്. അയാളുടെ ഏറ്റവും തീവ്രമായ സ്വപ്നം ഒരു കൊമ്പനാനയുടെ തുമ്പിക്കൈയിൽ ചാരി നിർത്തി ഒരു പെൺകുട്ടിയുമായുള്ള വേഴ്ചയാണ്. ആ ഒരു പോയിന്റിനെയാണ് വിനായകൻ പ്രത്യേകം പരാമർശിച്ചത്. ആനയുടെ തുമ്പിക്കൈ എന്നത് സോഫ്റ്റായ ഒരു പ്രതലം അല്ലെന്നും നിറയെ മുള്ളുകൾ പോലുള്ള രോമം നിറഞ്ഞതാണെന്നും വിനായകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. വളരെ മൃഗീയമായ രീതിയിൽ നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയെ പീഡനത്തിന് വിധേയമാക്കുന്ന ഈ കഥ മുത്തുച്ചിപ്പിയുടെ നിലവാരത്തിൽ ഉള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാണ് പിന്നീട് ഉണ്ണിയുടെ മറുപടിയും ഇപ്പോൾ ഉണ്ണിയാർ സാറേ എന്ന് വിളിച്ചുള്ള വിനായകൻ്റെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ വന്ന ചോദ്യമായിരുന്നു സിനിമയെക്കുറിച്ച് ഒരു കലാകാരൻ്റെ പ്രതികരണം എന്ന നിലയിൽ വിനായകൻ്റെ ഈ എതിരഭിപ്രായം. എന്നാൽ വിനായകനെ വ്യക്തിഹത്യ നടത്താനാണ് ഉണ്ണി ആർ ശ്രമിച്ചത്. അതിനുള്ള മറുപടിയാണ് വിനായകൻ ഇപ്പോൾ നൽകിയിരിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ വിനായകൻ്റെ പോസ്റ്റിന് താഴെ ഉണ്ണി ആർ ചോദിച്ചു വാങ്ങിയതാണ് ഇതെന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും വരുന്നത്. ആ മറുപടിയിൽ അവസാന വരിയിൽ പറയാനുള്ളത് വിനായകൻ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്: വിനായകൻ സാറിനോട് വേണ്ട, മനസ്സിലായോ സാറേ എന്ന്. സാധാരണ വിനായകൻ്റെ പോസ്റ്റുകൾ വെറും ഫോട്ടോ മാത്രമോ ഒറ്റവരി എഴുത്തോ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഉണ്ണിയാർ സാറേ എന്ന് 5 തവണയാണ് വിനായകൻ എടുത്തു പറയുന്നത്. ഉണ്ണിയോട് ഇരുമ്പിൽ കടിച്ച് പല്ല് കളയരുതെന്നും ആണത്തത്തിൻ്റെ അറപ്പിക്കുന്ന കെട്ടിയാടലുകൾക്കുള്ള വിനായകൻ്റെ ശക്തമായ മറുപടിയാണിതെന്നും പല പ്രമുഖരും വിനായകൻ്റെ FB പോസ്റ്റിൽ കമൻറ്റുകളും ഇട്ടിട്ടുണ്ട്. വിനായകൻ്റെ ഉണ്ണിയാർ സാറേ എന്നുള്ള റിപ്പീറ്റ് ചെയ്ത വിളിയിലറിയാം സാറേ എന്നതുകൊണ്ട് വിനായകൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്.